നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ സാധാരണ ഇല്ലാത്ത തരത്തിൽ LDF ക്യാമ്പുകളെ ഞെട്ടിച്ചുകൊണ്ട് അവർക്ക് ഒരു വിമതൻ പിറവിയെടുത്തിരിക്കുന്നു. അതും MLA. നാട്ടികയിലെ LDF MLA CC മുകുന്ദൻ വിമത സ്ഥാനാർത്ഥിയായി മാറുകയാണ്. അതിൻ്റെ ആദ്യ നടപടി എന്നോണം CPI മണ്ഡലം കമ്മിറ്റിയിൽ നിന്ന് അദ്ദേഹം രാജിവെച്ചു. നാട്ടികയിൽ സ്വതന്ത്രനായി ഞാൻ മത്സരിക്കുമെന്ന് അദ്ദേഹം അറിയിക്കുകയും ചെയ്തു. വളരെ ജനകീയനാണ് നാട്ടിക MLA CC മുകുന്ദൻ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കൊടും ദാരിദ്ര്യത്തിനിടയിലും അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ആശയങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ MLA എന്ന് എല്ലാ മാധ്യമങ്ങളും എഴുതിയത് അടുത്ത കാലത്താണ്. അങ്ങനെയുള്ള ഒരു MLAയെ മാറ്റിയത് തന്നെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി എന്നുള്ളത് വ്യക്തമാകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ വിമത സ്ഥാനാർത്ഥിത്വം അത് പാർട്ടിക്കും മുന്നണിക്കും വലിയ ക്ഷീണമാണ് നൽകുന്നത്. മറ്റു പാർട്ടികളുടെ എല്ലാം പിന്തുണ സ്വീകരിക്കുന്നുവെന്നും അദ്ദേഹം പറയുകയും ചെയ്തിരിക്കുന്നു. CPIയിൽ നിരവധി പേർ പിന്തുണ അറിയിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോൾ CPI നേതൃത്വത്തിനെതിരെ പ്രവർത്തകരുടെ ഒരു മൗനസമ്മതത്തോടു കൂടിയാണ് CC മുകുന്ദൻ എന്ന ജനകീയ നേതാവ് മത്സരിക്കുന്നത് എന്ന് കരുതേണ്ടി വരും. അത് അദ്ദേഹം ഒരുപക്ഷെ ജയിക്കുകയോ തോൽക്കുകയോ ചെയ്യാം. പക്ഷേ CPI എന്ന പാർട്ടിക്ക് നാട്ടിക പോലെയുള്ളൊരു കുത്തക മണ്ഡലത്തിൽ തോൽക്കാനുള്ളൊരു കാരണമായി ഇത് മാറും എന്നുള്ളത് ഉറപ്പാണ്. നമുക്കറിയാം, കഴിഞ്ഞ 2021 കോൺഗ്രസിലെ സുനിൽ ലാലൂറിനെ ഏകദേശം 28,000-ലധികം വോട്ടുകൾക്ക് തോൽപ്പിച്ച സ്ഥാനാർത്ഥിയാണ് CC മുകുന്ദൻ. മണ്ഡലമാണ് നാട്ടിക. അങ്ങനെയുള്ളൊരു കുത്തക മണ്ഡലത്തിൽ അതിനു മുൻപ് ഗീതാ ഗോപി 25,000-ൽ മുകളിൽ വോട്ടിന് ജയിച്ച മണ്ഡലമാണ്. അങ്ങനെ എപ്പോഴും ഭരണപക്ഷത്തിരിക്കുമ്പോഴും ഇടതുപക്ഷത്തിരിക്കുമ്പോഴും നാട്ടികയിലെ MLAമാർ കുറച്ചു കാലമായി വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇപ്പോഴിതാ ആ കുത്തക തകർക്കാൻ വിമത സ്ഥാനാർത്ഥി എത്തുന്നു എന്നുള്ളതാണ്. നാട്ടികയിലെ LDF സ്ഥാനാർത്ഥി ഗീതാ ഗോപിക്കെതിരെ CC മുകുന്ദൻ വലിയ ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. മകൾക്ക് 225 പവൻ വിവാഹ സമ്മാനമായി നൽകിയത് നാട്ടികയിൽ നിന്ന് പണം പിരിച്ചിട്ടാണെന്നും ആ പണം തിരികെ കൊടുത്തില്ല എന്നും ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് CC മുകുന്ദൻ രംഗത്ത് വന്നത്. ആ വിവാഹമൊക്കെ വലിയ രീതിയിൽ മാധ്യമങ്ങൾ ഇതിനു മുമ്പ് വാർത്തയാക്കിയതാണ്. പണം കൊടുത്തവർ പരാതിയുമായി സമീപിച്ചുവെന്നും ബിനോയ് വിശ്വത്തിൻ്റെ ഉറപ്പിൽ വിശ്വാസമില്ല എന്നുമാണ് CC മുകുന്ദൻ ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ സ്ഥാനാർത്ഥിക്കെതിരെ ഇത്രയും വലിയൊരു ആരോപണം വന്നതോടുകൂടി അതിൻ്റെ പേരിലും CPIയും CPIയുടെ സ്ഥാനാർത്ഥിയും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. നാട്ടികയിലേത് ഒരു പേയ്മെൻറ്റ് സീറ്റാണെന്നാണ് CC മുകുന്ദൻ ഇപ്പോൾ പറഞ്ഞത്. അതിന് പിന്നാലെ CPIയിൽ വലിയ വിമർശനമുയർന്നു. സാമ്പത്തിക സ്വാധീനമാണ് ഗീതാ ഗോപിക്ക് വീണ്ടും സീറ്റ് നൽകിയതിന് പിന്നിലെന്നും പാർട്ടിക്ക് പണം പിരിച്ചു നൽകാൻ കഴിവില്ലാത്തതുകൊണ്ടാണ് പാവം തന്നെ തഴഞ്ഞതെന്നും CC മുകുന്ദൻ പറയുമ്പോൾ ഒരു നാട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വിശ്വസിക്കുകയും കൂടെ നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം. പാർട്ടി സീറ്റ് നൽകിയില്ല എങ്കിലും മത്സരിക്കുമെന്ന് CC മുകുന്ദൻ പ്രഖ്യാപിച്ചതോടെ ഏതായാലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ CPI കേന്ദ്രങ്ങൾ മാത്രമല്ല മുന്നണി തന്നെ വലിയ പ്രതിരോധത്തിലായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം.